ആഡ്സ് കോഴ്സിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ആഡ് ക്രിയേറ്റീവ് വരെയാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് മീഡിയാസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ടെക്സ്റ്റാണ് നമുക്ക് അവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മളൊരു ഇമേജ് ആഡാണ് നമ്മൾ ചെയ്യുന്നത്, ഇമേജ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മീഡിയയിൽ ആഡ് ഇമേജിൽ പോയിട്ട് അതിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റീവ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. സോ അതിവിടെ ലൈബ്രറിയിൽ വരുന്നതാണ്. അതിനുശേഷം നിങ്ങളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നെക്സ്റ്റ് കൊടുക്കാം. അവിടെ ഒരു 3-4 ഇമേജസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫയൽസൊക്കെ അവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഡിവൈസിലുള്ളത് അത് നിങ്ങൾ ഈ ഒരു ഫയലിലേക്ക് ആഡ് ചെയ്യുക, ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ദെൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. സോ നമ്മൾ ആ മീഡിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ ഏരിയാസിൽ എങ്ങനെയാണ് പ്രിവ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഒരു അഡ്വാൻസ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സൈഡിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ സ്റ്റോറീസിൽ എങ്ങനെയാണ് വരുന്നത്, ഫീഡിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഫീഡ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് സ്റ്റോറീസ്, ഫേസ്ബുക്ക് ഫീഡ്, വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫീഡിൽ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ദെൻ അവിടെ സൈഡിൽ നിങ്ങളൊരു ഷെയർ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഡ് അത് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന, മീൻസ് ആളുകൾക്ക് പ്രിവ്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ക്ലയൻറ്റിന് നമ്മളെങ്ങനെയാണ് ഈ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് അയാളുടെ പേജിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യം മേ ബി ക്ലയൻറ്റിന് എന്തായാലും അത് അറിയേണ്ടി വരും. അല്ലാതെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. സോ ആ ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ ഡേറ്റ് എത്ര ദിവസത്തിന് ഈ ഒരു ലിങ്ക് അവൈലബിൾ ആണ് എന്നുള്ള ഓപ്ഷൻ കൂടി അവിടെ അവൈലബിൾ ആണ്. 30 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ആ ക്ലയൻറ്റിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് പ്രൈമറി ടെക്സ്റ്റ്. നമ്മുടെ ഈ ആഡിൻ്റെ ഫോട്ടോ കൊടുത്തു, അതിൻ്റെ കൂടെയുള്ള പ്രൈമറി ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള പോർഷൻസാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കീവേഡ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹുക്ക് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഹുക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ChatGPT നന്നായിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ആണ് നമ്മളവിടെ പ്രൈമറി ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മീൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മുടെ കൊടുക്കുന്ന ആഡ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ഉണ്ടല്ലോ, അതായത് ഫോട്ടോ ആണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ആ ഫോട്ടോൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ പേജിൻ്റെ പേര് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലോഗോ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയുടെ തൊട്ട് മുകളിലായിട്ടുള്ള ഏരിയയിലാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമറി ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 5ഓളം വേരിയേഷൻസ് ഈ പ്രൈമറി ടെക്സ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഏത് വേരിയേഷനാണ് കൂടുതൽ വർക്ക് ആവുക എന്നുള്ളത് നമുക്കറിയില്ല. സോ 5ഓളം വേരിയേഷൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ടെക്സ്റ്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴെ ടെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കാണാം. അതായത് എയുടെ ഒരു സപ്പോർട്ട് ടൂളാണത്. നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ടെക്സ്റ്റ് എത്രത്തോളം ആപ്റ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് അല്ലെങ്കിൽ അതിലെന്തൊക്കെ സജഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ താഴെ കാണിക്കുന്നത്. അത് എപ്പോഴും അത് ആപ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല, അവർ തരുന്ന ആ ഒരു സജഷൻസ് എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. സോ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ഇൻസൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം, നമ്മൾ ഈ പ്രൈമറി ടെക്സ്റ്റിൽ ഒരു 2, 3, 4 ലൈൻസൊക്കെ ഉണ്ട് എന്ന് കരുതാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പ്രൈമറി ടെക്സ്റ്റിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനുണ്ട് എന്ന് കരുതാം. അപ്പം ഒന്നും കൂടിയും ആളുകളെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ലൈൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് നമ്മളവിടെ കൊടുക്കുക, എന്നിട്ട് 3rd ലൈനിൽ അടുത്തൊരു ടെക്സ്റ്റും കൂടി കൊടുക്കുക. അതായത് ഈ ഫസ്റ്റ് 2 ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. നമ്മൾ നോർമലി വീഡിയോസിലും അതുപോലെ തന്നെ ഫോട്ടോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആളുകളെ ഹുക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റാണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് ലൈൻ, ദെൻ സെക്കൻഡ് ലൈനിൽ ഗ്യാപ്പ് കൊടുത്തിട്ട് സ്പേസ് കൊടുത്തിട്ട് ദെൻ 3rd ലൈനിൽ അടുത്ത ഒരു ടെക്സ്റ്റും കൂടി കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു സീ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിന് താഴെയുള്ള ഏരിയാസിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ആപ്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ഓപ്ഷൻ കാണുന്ന സമയത്ത് നോർമലി ആളുകൾ അത് സ്റ്റോപ്പ് ചെയ്യുകയും അതിൽ
കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ദെൻ അടുത്തത് ഹെഡ്ലൈൻ ആണ്. ഈ ഹെഡ്ലൈൻ എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോക്ക് താഴെയായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അതായത് ഫോട്ടോയുടെ നേരെ താഴെ ചെറിയൊരു ടെക്സ്റ്റ്, നമ്മുടെ പേജിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് തൊട്ടപ്പുറത്ത് ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ കാണാം. ആ ബട്ടനുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ് ആക്ച്വലി നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഒരു കോഴ്സിൻ്റെ ആഡാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻ കേസ് കൊടുക്കുന്നത് ഏതാണ് കോൾ ടു ആക്ഷൻ എന്നുള്ളത് താഴെ പറയുന്നുണ്ട്. അപ്പം ഏത് കോൾ ടു ആക്ഷൻ ബട്ടൺ ആണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ ഹെഡ്ലൈൻ കൊടുക്കുന്നത്. ആ ഹെഡ്ലൈനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളെ ഹുക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് സീറ്റ്സ് ആർ അവൈലബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ക്ലിക്ക് ഫോർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺടാക്ട് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്യാമ്പയിൻ അതിനനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5ഓളം വേരിയേഷൻസ് കൊടുക്കാൻ പറ്റും. ആഡ് ഹെഡ്ലൈൻ ഓപ്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വേരിയേഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ChatGPT യൂസ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഹെഡ്ലൈൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് താഴെ നമുക്ക് കാണാം ടെക്സ്റ്റ് ജനറേഷൻ AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു AI ടൂളിൻ്റെ ഒരു സപ്പോർട്ടീവ് ആക്ഷനാണ് അത് ആക്ച്വലി. ദെൻ അതിന് താഴെ വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ നോർമലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ക്രിപ്ഷൻ വരുന്ന ഒരു ഏരിയ, ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്യാണ് ദിസ് ഈസ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഹെഡ്ലൈൻ്റെ താഴെയായിട്ടാണ് ഈ സാധനം വരുന്നത്, ഡിസ്ക്രിപ്ഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്നും കൂടി കൺജസ്റ്റഡ് മീൻസ് കൂടുതൽ ടെക്സ്റ്റ് അവിടെ വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഹെഡ്ലൈൻ നമ്മൾ പറഞ്ഞു അതൊരു ഹുക്ക് ലൈൻ ആയിരിക്കണം, ആളുകളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈൻ ആയിരിക്കണം അവിടെ കൊടുക്കുന്നത്. അതിന് പുറമേ വേറെ ടെക്സ്റ്റും കൂടി വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക ആപ്റ്റല്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മളത് സജസ്റ്റ് ചെയ്യുന്നില്ല. സോ അത് സ്കിപ്പ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. ദെൻ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നൊരു ഏരിയ. ഈ കോൾ ടു ആക്ഷനിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈനപ്പ് ആണോ അല്ലെങ്കിൽ കോളാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോൾ ടു ആക്ഷൻ ഈ ഒരു ടാബ് തുറന്നു കഴിഞ്ഞാൽ ലേൺ മോർ, സബ്സ്ക്രൈബ്, അപ്ലൈ നൗ, ബുക്ക് നൗ, ഡൗൺലോഡ്, ഗെറ്റ് ഓഫേഴ്സ്, ഗെറ്റ് കോട്ട് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കോൾ ടു ആക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്താണോ നിങ്ങളുടെ ക്യാമ്പയിൻ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ നമ്മൾ സൈനപ്പ് എന്നുള്ളത് തൽക്കാലം കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ദെൻ അതിന് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് പ്ലസ് ക്രിയേറ്റീവ്. ടൈലർ യുവർ ആഡ് ഫോർ ദ പേഴ്സൺ വ്യൂയിങ് ഇറ്റ് ബൈ ലെറ്റിംഗ് us ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് യുവർ ക്രിയേറ്റീവ്. ദിസ് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് പെർഫോമൻസ്. അതായത് നമ്മൾ നേരത്തെ ഇമേജ് ആഡ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അഡ്വാൻസ്ഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ഇത് കാണുന്ന ഒരു രീതി അതെങ്ങനെ നമുക്ക് എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പേജിലേക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇമേജ് ടെംപ്ലേറ്റ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ വിഷ്വൽ ടച്ച് അപ്സ് എങ്ങനെയായിരിക്കണം, എക്സ്പാൻഡ് ഇമേജ്, അതുപോലെ തന്നെ മ്യൂസിക് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ്സ് മാറ്റുന്നതിന് അതുപോലെ തന്നെ ഫോട്ടോയുടെ ക്വാളിറ്റി മാറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സേവ് കൊടുക്കുന്ന സമയത്ത് അത് ഓക്കെ ആയിട്ട് വരും. ദെൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു ഏരിയ. ദെൻ അടുത്തത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഈ ഒരു മീൻസ് ഈ ഒരു ക്യാമ്പയിനിൽ ആളുകളെ ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഡെസ്റ്റിനേഷൻ എവിടെയാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കാണോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻസ്റ്റൻറ്റ് ഫോം ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ഫോം. എങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഫോം നെയിം ചോദിക്കുന്നുണ്ട്. അത് ബേസിക്കലി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ
ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ക്യാമ്പയിൻ്റെ നെയിമെല്ലാം കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളൊരു അതിന് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരിക്കലും എന്താണ് ഈ ഒരു ഫോം കാണുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സോ നമ്മളവിടെ പേര് അപ്രോപ്രിയേറ്റ് ആയിട്ട് പേര് കൊടുത്തു. ദെൻ അതിന് താഴെ ഫോം ടൈപ്പ്, ഏത് തരത്തിലുള്ള ഫോമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്ന ഈ ഒരു കണ്ടൻറ്റ് ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഒരു പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഫോം പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു കോളം കാണാം. 4 സ്ലൈഡ്സ് അതിലുണ്ട്. അതായത് ഈ ഫോമിൻ്റെ ഇൻട്രോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഫോമിൻ്റെ ടൈപ്പാണ് നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 ഓപ്ഷൻസാണ് അതിൽ വരുന്നത്. നമുക്ക് ആളുകളനുസരിച്ച് അല്ലെങ്കിൽ ഓഡിയൻസിനെ അനുസരിച്ചിട്ട് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഫോം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 3 ഓപ്ഷൻസാണ് അവിടെ ഉള്ളത്. ഒന്ന് വോളിയം, അതായത് മാക്സിമം റീച്ച് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മുമ്പ് നമ്മളൊരു ഏരിയയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമ്പയിൻ്റെ കാര്യത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോർ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം റീച്ച് എത്താൻ പറ്റുമോ, എത്രത്തോളം ആളുകളിലേക്ക് ലീഡ്സ് എത്തിക്കാം, മീൻസ് എത്രത്തോളം ലീഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുഡ് ക്വാളിറ്റി ലീഡ്സ് ആണോ അല്ലെങ്കിൽ ബാഡ് ക്വാളിറ്റി ലീഡ്സ് ആണോ എന്നുള്ളൊരു വ്യത്യാസം ആ ലീഡിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളന്ന് പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ നമ്മളൊരു ലീഡ് കിട്ടി, ഇങ്ങനെ ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സർവീസസിന് വേണ്ടിയിട്ട് വരുന്ന ലീഡാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു ജോലി അന്വേഷിച്ച് വരുന്ന ആളാണെങ്കിൽ അയാളൊക്കെ നമ്മൾ ഈ ഒരു ലീഡ് വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രോഡക്റ്റ് അത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പർച്ചേസ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റി കസ്റ്റമർ ആയിരിക്കില്ല അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി ലീഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ അത് ഹൈ ഇൻറ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ആളുകൾ, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സർവീസിന് ആപ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു എന്താ പറയുക ഹൈ വോളിയത്തിൽ നമുക്ക് ആളുകൾ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഏറ്റവും ബെസ്റ്റ് ക്ലയൻസിനെയാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈ ഇൻറ്റൻ്റ് ആണ്. അപ്പോൾ ഈ 2 സാധനത്തിനും മീൻസ് ഈ 2 ഓപ്ഷനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഈ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തത് എന്ന് പറയുമ്പം അതുപോലെ തന്നെ ഈ ഹയർ ഇൻറ്റൻറ്റ് ഓപ്ഷനിൽ നമുക്ക് ഒന്നും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണാം. അതായത് നമ്മൾ കൺഫേം ചെയ്യണോ എന്നുള്ള കാര്യം. അതായത് മറ്റേത് മോർ വോളിയത്തിൽ നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പക്ഷേ ഹയർ ഇൻറ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡാറ്റ ഒരാൾ പ്രൊവൈഡ് ചെയ്തു, അയാളുടെ പേഴ്സണൽ ഡാറ്റാസ് കോൺടാക്ട് ഡീറ്റെയിൽസ് അയാൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിൽ എന്താണ് സബ്മിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒന്നും കൂടി ഒരു കൺഫർമേഷൻ വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ റിച്ച് ക്രിയേറ്റീവ്സ് എന്ന് പറയുമ്പം ഹോൾഡ് യുവർ ഓഡിയൻസ് അറ്റൻഷൻ വിത്ത് ദിസ് ഫോം ദാറ്റ് integrates your company's image and messaging including an optional about us product details review sections. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ സർവീസസ് കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടെസ്റ്റിമോണിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ റിവ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പല ഓപ്ഷൻസും അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വെബ്സൈറ്റിലേക്കുള്ള കണക്ഷൻസൊക്കെ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3rd ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻട്രോ, അതായത് എന്താണ് ആ ഒരു ലീഡ് ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലീഡ് ഫോമിലേക്ക് ആൾ വരുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രോ പേജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ദിസ് ഈസ് ഓപ്ഷണൽ, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ദ ഇമേജ് ഫ്രം യുവർ ആഡ്, അതുപോലെ തന്നെ യൂസ് അപ്ലോഡഡ് ഇമേജ്, ഇങ്ങനെ 2 ഓപ്ഷൻസ് അതിലുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പിക്ചറാണോ നമ്മൾ ആഡിൽ കൊടുത്തിട്ടുള്ളത് സെയിം പിക്ചർ അതിൽ കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ് അപ്ലോഡഡ് ഇമേജ്, നമുക്ക് അവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവിടെ കാണിക്കും. നമ്മുടെ ഡിവൈസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് അപ്ലോഡ് ചെയ്യാം. സോ അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഗ്രീറ്റിങ്സ്. നമ്മുടെ ആ പേജിലുള്ള ഒരു ഹെഡ്ലൈൻ നിങ്ങൾക്ക് കാണാം, ഹെഡ്ലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു പോർഷൻ കാണാം.
അത് ഈ പ്രിവ്യൂവിൽ ഇൻട്രോയിൽ എന്താണ് ഹെഡ്ലൈൻ കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഹെഡ്ലൈൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ഫിൽ യുവർ ഫോം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പേജിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പ്ലീസ് പ്രൊവൈഡ് യുവർ ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അത്തരത്തിൽ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോമിൻ്റെ ഒരു ടെക്സ്റ്റ്, മീൻസ് ആ ഫോമിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ആ ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അത് 2 രീതിയിലാണ് കൊടുക്കാൻ പറ്റുക. പാരഗ്രാഫായിട്ട് നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ ലിസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതെന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. അതായത് ഇപ്പോൾ ഈ കോഴ്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, കോഴ്സ് സ്റ്റാർട്ട്സ് വിത്തിൻ 10 days, അല്ലെങ്കിൽ ഇത്ര സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ദെൻ ഗ്രീറ്റിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും ഓപ്ഷൻസാണ് അതിലുള്ളത്. ദെൻ അടുത്ത ഏരിയയിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കേണ്ടത്, മീൻസ് എന്തൊക്കെ ഡാറ്റാസാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ താഴെ ഇതാ കാണാം ആഡ് ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താ പറയുക റെസ്പോൺസസ് ആണോ കിട്ടുന്നത്, അതിനനുസരിച്ചിട്ട് ലീഡ്സിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇതിൽ കൊടുക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അത് നിങ്ങളൊരു ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണോ, മീൻസ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ തുടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ബേസിക്കലി അവിടെ ഒരെണ്ണമാണുള്ളത്. നമുക്ക് ആഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസ് അവിടെ കൊടുക്കാൻ പറ്റും. ദെൻ പ്രീഫിൽ ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ മെയിൻലി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള, മീൻസ് അതായത് നമ്മുടെ ആ ലീഡ് ഫോമിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും സജസ്റ്റീവ് ആക്കുന്നത്, മീൻസ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള, അല്ല വളരെ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഇതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. എന്താണ് ആ ഒരു പ്ലീസ് ഫിൽ ദ ഫോം ബിലോ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ പ്ലീസ് പ്രൊവൈഡ് യുവർ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലോ, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ആ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ദെൻ അതിൽ താഴെ ഇമെയിൽ കൊടുക്കാം, ഫുൾ നെയിം കൊടുക്കാം. ദെൻ വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ ആഡ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൺടാക്റ്റ് ഫീൽഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ യൂസർ ഇൻഫർമേഷൻ, ഡെമോഗ്രാഫിക് ക്വസ്റ്റ്യൻസ്, ദെൻ വർക്ക് ഇൻഫർമേഷൻ, നാഷണൽ ID നമ്പർ. ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെമോഗ്രാഫിക് ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഏത് പെർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇത്രയും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മുമ്പുള്ള ആളുകൾ മതി, അല്ലെങ്കിൽ ആ ഒരു ടീം മതി. ജെൻഡർ ആണെങ്കിൽ അങ്ങനെ, മാരിറ്റൽ സ്റ്റേറ്റസ് ആണെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺടാക്റ്റ് ഫീൽഡ്, അപ്പോൾ അതിൽ സിറ്റി നിങ്ങൾക്ക് കൊടുക്കാം, പ്രൊവിൻസ് കൊടുക്കാം, കൺട്രി കൊടുക്കാം. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസ് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. പെർട്ടിക്കുലർ കൺട്രിയിലുള്ള ആളുകൾ മതി, അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രൊവിൻസിലുള്ള ആളുകൾ മതി. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ആളുകളെ ഫിൽട്ടർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ പ്രൈവസി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടേതായിട്ടുള്ള പ്രൈവസി പോളിസീസ് ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിങ്ക് കൊടുക്കാം, അതുപോലെ തന്നെ അതിന് താഴെ അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് എന്താണ് എന്നുള്ളതും കൂടി അവിടെ കൊടുക്കാം. ദെൻ കസ്റ്റം ഡിസ്ക്ലൈമർ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ചുള്ളൊരു ലീഗൽ ഡിസ്ക്ലൈമേഴ്സ് ഉണ്ടാവും. ഒരു you can add additional notes like marketing opt-ins and legal disclaimers to the default Facebook privacy disclaimers തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ആ ഒരു പ്രൈവസി പോളിസി എന്താണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ആഡ് കസ്റ്റം ഡിസ്ക്ലൈമർ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ദെൻ റിവ്യൂ സ്ക്രീൻ, ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ, മീൻസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫില്ല് ചെയ്തിട്ടുള്ള ഫോം എങ്ങനെയാണ്, ആ ഒരു എന്താ പറയുക ഫോമിൻ്റെ ആ ഒരു ടോട്ടൽ പ്രിവ്യൂ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 4 സ്ലൈഡായിട്ടാണ് അവിടെ വരുന്നത്. ഫസ്റ്റ് ഹെഡ്ലൈൻ അല്ലെങ്കിൽ ഇൻട്രോ സൈഡ്, അതുപോലെ തന്നെ ദെൻ പ്രീഫിൽ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. ദെൻ പ്രൈവസി റിവ്യൂ എങ്ങനെയാണ് എന്നുള്ളത് അവിടെ പേഴ്സണൽ ഇൻഫോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ പ്രൈവസി പോളിസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫൈനലി ആ പേജ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ. ദെൻ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് മെസ്സേജ് ഫോർ ലീഡ്സ്. അതായത്
നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഫൈനലി എന്താണ് അവരോട് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, മീൻസ് എന്താണ് അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്നുള്ളതാണ്. സോ അതിനും ഒരു ഹെഡ്ലൈൻ ഉണ്ട്. ആ ഹെഡ്ലൈൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. എക്സാമ്പിൾ, താങ്ക്സ് യു ആർ ഓൾ സെറ്റ്, നമുക്ക് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ താങ്ക് യു ഫോർ രജിസ്റ്ററിങ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ താങ്ക് യു ഫോർ പ്രൊവൈഡിങ് യുവർ ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിനൊരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ആ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ എന്താ പറയുക, ഗെറ്റ് ബാക്ക് ടു യു സൂൺ എന്നോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹെഡ്ലൈൻ എന്താണോ അതിന് കുറച്ചും കൂടി കറസ്പോണ്ടിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ യു ക്യാൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഓർ എക്സിറ്റ് ദ ഫോം നൗ, ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഓപ്ഷനും കൊടുക്കാം. ദെൻ ഇൻ കേസ് നമ്മൾ അതിൽ കൊടുക്കുന്നത് വെബ്സൈറ്റിലേക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് താഴെ അഡീഷണൽ ആക്ഷൻസ് വന്നിട്ട് ഗോ ടു വെബ്സൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. അതിന് താഴെ ലിങ്ക്, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ വ്യൂ ഫയൽ, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മീൻസ് നിങ്ങളുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വ്യൂ ഫയൽ. വ്യൂ ഫയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ, ഇപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ ഒരു ലീഡ് ജനറേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു കോഴ്സിൻ്റെ ബ്രോഷർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്താണ് നമ്മുടെ കോഴ്സുമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫയൽ PDF ആയിട്ടോ JPG ആയിട്ടോ അല്ലെങ്കിൽ PNG ഫയലായിട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈനലി കോൾ ബിസിനസ്, അതായത് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മീൻസ് അവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ കൺട്രിയുടെ കോഡ്, അതുപോലെ തന്നെ നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് അതിന് താഴെ ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടണിൽ കോൾ ടു ആക്ഷനിൽ എന്താണ് നമ്മൾ ആ ബട്ടണിൽ കാണിക്കേണ്ടത് എന്നുള്ളതും കൂടി അവിടെ കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം ആക്ച്വലി ക്രിയേറ്റ് ആയി. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോം, ആ ഫോമിൽ ആളുകൾ, നമ്മുടെ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് അത് ലീഡ് മീൻസ് ഫോം ഫില്ല് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ലീഡ് എവിടെയാണ് കിട്ടേണ്ടത് എന്നുള്ളൊരു സെറ്റപ്പ് നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എക്സാമ്പിൾ, ചില കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള CRM സിസ്റ്റംസ് ഉണ്ടാവും. അപ്പം അതിലേക്ക് ആണ് ഈ ലീഡ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ സെറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് അല്ലാത്ത സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഈ ലീഡ്സ് അവൈലബിൾ ആവുന്ന നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മെയിൽ ID ഏതാണോ അതിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ലീഡ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ തന്നെ ലീഡ് സെൻറ്റർ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എത്ര ലീഡ്സ് വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതെവിടെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ബിസിനസ് സ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഓൾ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലീഡ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾ കാണാൻ പറ്റും. അതിൽ പോയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ലീഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഫിൽറ്റർ നിങ്ങൾക്ക് ഡേറ്റ് വൈസ് അല്ലെങ്കിൽ ക്യാമ്പയിൻ വൈസ്, നിങ്ങളുടെ ആഡ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് മാത്രം ഡൗൺലോഡ് ചെയ്യാനും പെർട്ടിക്കുലർ ഡാറ്റാസ് മാത്രം കളക്ട് ചെയ്യാനും അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. സോ ബേസിക്കലി ഇത്രയാണ് നമ്മുടെ ഒരു ലീഡ് ജനറേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് കിടക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ട്രാക്ക് ചെയ്യുന്ന വേറെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എത്ര ആളുകൾ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് നമ്മുടെ പ്രോഡക്റ്റ്സ് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ട് മാക്സിമം ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ വ്യൂവേഴ്സിൻ്റെ മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂൾസൊക്കെ അവൈലബിൾ ആണ്. അത് മെയിൻലി ലീഡ് ജനറേഷനിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. മെയിൻലി അത് കൺവേർഷൻ ക്യാമ്പയിനിലൊക്കെയാണ് അത് എന്ത് ചെയ്യുന്നത്, ആവശ്യം വരുന്നത്, യൂസ്ഫുൾ ആകുന്നത്. സോ അത് ആ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമുക്കതിൽ ചെക്ക് ചെയ്യാം. സോ ഇത്രയാണ് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരിക്കൽ കൂടെ നിങ്ങളൊന്ന് പ്രോസസ്സ് ചെയ്തു നോക്കുക. കൂടുതൽ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാവുന്നതാണ്. സോ സൈനിങ് ഓഫ് ഫോർ ടുഡേ. താങ്ക് യു. ബൈ.